നമസ്കാരം. ഇക്ടാസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഇസ് ദ മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ജീവൻ നിലനിർത്താൻ പ്രാണവായു എത്രമാത്രം അത്യാവശ്യമാണോ അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനുകൾക്ക് അതിൻ്റെ ഇമേജും. ഓർഗനൈസേഷനുകൾക്ക് അതിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന പബ്ലിക് റിലേഷൻ എന്ന മാനേജറിയൽ ബിസിനസ്സിനെ കുറിച്ച് കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ ഞങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക പബ്ലിക് റിലേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഭാഗമായ പബ്ലിക് റിലേഷൻ ക്യാമ്പയിനിങ്ങിനെ കുറിച്ചും ക്രൈസിസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെയാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് റിലേഷൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യും. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ജി ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വിഭാഗം മുൻ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. പബ്ലിക് റിലേഷൻ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? പബ്ലിക് റിലേഷൻസ് ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് പകരം ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നതാണ് ശരി. കാരണം ക്രിസ്തുവിന് മുമ്പ് 700 എന്നൊക്കെ പറയുന്ന നമുക്ക് സങ്കല്പിക്കാനാവാത്ത കാലഘട്ടത്തിലെ രാമായണ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇന്ന് നമുക്കിവിടെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായത്തെ ഭരണകൂടം എങ്ങനെ മാനിക്കുന്നുവോ അതിനേക്കാൾ മാനിച്ചിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സീതാകാവ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായ രാമായണ കഥ. സീതയുടെ ചരിത്ര സംശയം ജനങ്ങളുടെ ഇടയിലൊരു ചർച്ചാ വിഷയമായി എന്ന് ശ്രീരാമൻ അറിയുന്ന നിമിഷം ശ്രീരാമൻ അറിഞ്ഞതാണ് ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് കിട്ടിയാൽ അതിനനുസൃതമായി പെരുമാറാൻ ഒരു രാജാവിന് ഭരണാധികാരിക്ക് കഴിയണമെന്ന് അടിവരയിട്ട് പ്രായോഗികമായി നടപ്പിലാക്കി കഴിഞ്ഞ ആളായിരുന്നു ശ്രീരാമൻ. ഒരുപക്ഷെ പബ്ലിക് റിലേഷൻസിന് ഇതിനേക്കാൾ വലിയൊരു ഒരു ഉദാഹരണം നമുക്ക് ചരിത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനാവുമോ എന്നുവരെ നമുക്ക് സംശയിക്കാം. ഇനിയൊരു ക്രിസ്തുവിന് മുമ്പ് 200-300 കാലഘട്ടത്തിൽ അശോകൻ്റെ ചരിത്രം. ഊരിയ വാളിന് ഊണാക്കി ഇരുപുക്കളെ പാരിടമയ്യോ പിടിച്ചടക്കില്ല എന്ന് അശോക ചക്രവർത്തി പ്രഖ്യാപിച്ചതെന്തിനാണ്? യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് യുദ്ധം എന്ന കുതന്ത്രമെന്ന് മനസ്സിലാക്കിയ അശോക ചക്രവർത്തി ജനങ്ങളുടെ ആഗ്രഹമാണ് നടപ്പിലാക്കിയത്. ആ ജനങ്ങളുടെ ആഗ്രഹം അറിയാനും അത് നടപ്പിലാക്കാനും അശോകൻ കാണിച്ച വ്യഗ്രത, തീവ്രത, ആത്മാർത്ഥത പബ്ലിക് റിലേഷൻ്റേതല്ലെങ്കിൽ പിന്നെ മറ്റെന്തിൻ്റെ തെളിവാണ്? അദ്ദേഹത്തിൻ്റെ രാജകീയ ചിന്തകളും ഭരണ തീരുമാനങ്ങളും എല്ലാം തന്നെ ശിലാലിഖിതമായി ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്രപ്രവർത്തനത്തിൻ്റെ ഒരു മുന്നോടി തന്നെയാണ്. ജനങ്ങളെ മൊത്തം കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ജനങ്ങളിൽ നിന്ന് മൊത്തം കാര്യങ്ങൾ അദ്ദേഹം ഫീഡ്ബാക്കായി സ്വീകരിച്ചിരുന്നു. അതിനെ മാനിച്ചുകൊണ്ട് ഭരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അപ്പോൾ യുദ്ധം വേണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ മാത്രം വെളിച്ചപ്പാടല്ല, ജനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണോ എന്നാണ് ചരിത്രം. ഇനി നമുക്ക് AD യിലേക്ക് വന്നാൽ 16-ാം നൂറ്റാണ്ട് തൊട്ട് നമുക്ക് മുഗൾ ഭരണകാലഘട്ടത്തിൽ ജനഹിതം അറിയാനായിട്ട് മുഗൾ ചക്രവർത്തിമാർ ചാരന്മാരെ നിയോഗിച്ചിരുന്നുവെന്നാണ് ചരിത്രം. അത് എന്ത് മനസ്സിലാക്കുന്നോ അതിന് പ്രതിവിധിയും മുഗൾ ചക്രവർത്തിമാർ കാണിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ നമ്മൾ വരുന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്കാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ടാറ്റ അദ്ദേഹത്തിൻ്റെ അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായത്തിൽ പൊതുജന സംതൃപ്തി എത്ര കണ്ട് ആവശ്യമാണെന്ന് പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റേണൽ പബ്ലിക്കിനെ പരിപൂർണമായി സംതൃപ്തമാക്കാൻ ടാറ്റ അന്നും ഇന്നും ശ്രമിക്കുന്നുണ്ട്. ടാറ്റയുടെ ഇൻകത്തിൻ്റെ ഒരു വലിയ ശതമാനം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും വിനിയോഗിക്കുന്നൊരു കമ്പനിയാണ്. ഈ ആരോഗ്യകരമായൊരു അന്തരീക്ഷത്തിൽ മാത്രമേ ബിസിനസ് വികസിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ട് സ്കൂളുകൾ, അതുപോലെ ആശുപത്രികൾ, അങ്ങനെ ജനങ്ങളുടെ സംരക്ഷണത്തിനും സംതൃപ്തിക്കും എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ടാറ്റ മുതൽ ഇന്ന് വരെ കാണിച്ചു വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പബ്ലിക് റിലേഷൻസ് എന്ന വികാരം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 1-ാം ലോക മഹായുദ്ധകാലത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് ബ്രിട്ടീഷ് ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പങ്കെടുക്കുന്നത് എന്തുകൊണ്ട് ശരി അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. അന്നാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പബ്ലിക് റിലേഷൻസിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ജനങ്ങളുടെ സഹകരണം വേണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക അകറ്റണം, പത്രങ്ങൾക്ക് വിവരം കൊടുക്കണം,
ജനങ്ങളെ സമാധാനിപ്പിക്കണം. ഇതെല്ലാം ലക്ഷ്യമായിക്കൊണ്ട് അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ചതാണ് സെൻട്രൽ പബ്ലിസിറ്റി ബോർഡ്. സെൻട്രൽ പബ്ലിസിറ്റി ബോർഡ് എന്നാണ് അന്ന് ആ ബോർഡിന് അവർ പേരിട്ടിരുന്നത്. അത് പത്രവുമായിട്ടുള്ള ബന്ധം ഓർമ്മിച്ചാൽ അറിയാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററാണ് അതിൻ്റെ ചെയർമാനായിട്ട് വന്നത് പോലും സ്റ്റാൻലി റീഡ്. അദ്ദേഹം സ്റ്റാൻലി റീഡിൻ്റെ പ്രവർത്തനം യുദ്ധം കഴിഞ്ഞോടി തീരുകയാണ്. അപ്പോൾ യുദ്ധം കഴിഞ്ഞോടി സെൻട്രൽ പബ്ലിസിറ്റി ബോർഡ് തീർന്നെങ്കിലും ആ പ്രവർത്തനം പിന്നെ മതിയാക്കാനാവില്ല. കാരണം അതൊരു പബ്ലിക് റിലേഷൻ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ്. പ്രവർത്തനം ആരംഭിച്ചാൽ പിന്നെ ദാറ്റ് ഷുഡ് കണ്ടിന്യൂ. ആ നിലയ്ക്ക് ഇന്ത്യയിൽ യുദ്ധമില്ലെങ്കിൽ പോലും ആ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ജനബന്ധം നിലനിർത്താനായിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഫർമേഷൻ 1921 അവർ സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ തന്നെ 21 സ്ഥാപിച്ചതിന് 23 ഒരു പേര് മാറ്റിയതേ ഉള്ളൂ. അവർ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന പേരിട്ടു. യഥാർത്ഥത്തിൽ ആ പബ്ലിക് ഇൻസ്ട്രക്ഷനുമായി ഒരു പൊരുത്തക്കേട് പേരിനുള്ളത് കൊണ്ട് ക്രമേണ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന പേര് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണകാല സമയത്ത് ഇന്ത്യയിൽ നടന്ന പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസാണ്. പിന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്തും പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഇതുപോലെ ഒരു പബ്ലിസിറ്റി ആവശ്യമായിരുന്നു. പക്ഷേ അന്ന് ഈ ചെയ്തതിനേക്കാൾ കൂടുതലായി ചെയ്തു എന്ന് എങ്ങും ചരിത്രം മനസ്സിലാക്കുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തോട് ചേർന്ന് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു വലിയ മുതൽ മുടക്കി അവരുടെ വ്യവസായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും റെയിൽവേ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ലാഭകരമാക്കുക എന്നുള്ള ഒരാവശ്യം അവരുടെ മുൻപിലെത്തി. യാത്രക്കാർ വേണം, ടൂറിസ്റ്റ് വേണം. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പബ്ലിസിറ്റി ബ്യൂറോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഒരു പബ്ലിസിറ്റി ബ്യൂറോ തുടങ്ങി. സിനിമാ പ്രദർശനം, അച്ചടി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ച് നിങ്ങൾ യാത്ര ചെയ്ത് റെയിൽവേയിലൂടെ യാത്ര ചെയ്ത് ഇന്ത്യയെ കാണാം, നിങ്ങൾക്കത് ഒരു എൻജോയ്മെൻ്റാണ്, ഒരു വിനോദസഞ്ചാരം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് തുടങ്ങിയ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ നടക്കുക. ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും വൈവിധ്യത്തിലാണ്ടിരുന്ന ഇന്ത്യയെ ഒന്നാക്കി കൂട്ടിക്കെട്ടുക എന്ന് പറയുന്ന ജോലി ഒരു വലിയ പബ്ലിക് റിലേഷൻസ് ജോലിയാണ്. ആ വൈവിധ്യത്തിലെ ഏകത്വം നടപ്പിലാക്കാൻ ഗാന്ധിജി ചെയ്തതാണ് ഒരു യഥാർത്ഥ പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റി. അദ്ദേഹം ആദ്യം ജനങ്ങളിലൊരുവനായി മാറുകയാണ്. ഏറ്റവും ലളിതമായ വസ്ത്രധാരണത്തിൽ ജനങ്ങളിലൊരുവനായി മാറിയപ്പോൾ ജനങ്ങൾ മൊത്തം അദ്ദേഹത്തെ തങ്ങളുടെ സ്വന്തം നേതാവായി അവരോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ PR കാഴ്ചപ്പാടാണ് അതിന് കാരണം എന്ന് നമുക്ക് പറയാം. ദണ്ഡയാത്ര പോലെ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് ചലിക്കുമ്പോൾ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ചലിച്ചു എന്ന് പറയുന്ന നിലയിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കാൻ കഴിഞ്ഞ ദണ്ഡയാത്രയ്ക്ക് വേറൊരു ഉദാഹരണം പറയുന്നെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി എങ്ങാനും പറയാനേ നമുക്കുണ്ടാവും. ഈ വിദേശ വസ്ത്ര ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ അനങ്ങിയാൽ ഇന്ത്യ അനങ്ങുന്നു എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയുമായി താതാത്മ്യം പ്രാപിച്ച് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് റിലേഷൻസ് വിജയം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം യോഗം വിളിച്ചുകൂട്ടുക, സംസാരിക്കുക, മൗനവ്രതം അനുഷ്ഠിക്കുക, ഇതൊക്കെ ചെയ്തതിന് ഉപരി അദ്ദേഹം ഒരു സ്വയാശ്രയം എന്ന ആശയം ബിംബവൽക്കരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം. കേവലം ഒരു ചർക്കയിലൂടെ സ്വയാശ്രയ ജീവിതമാണ് ഭാരതത്തിൻ്റെ രക്ഷാ കവചമെന്ന് തെളിയിക്കാൻ ഈ ബിംബവൽക്കരണത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഗാന്ധിജിയെ ഒരു പ്രായോഗിക പബ്ലിക് റിലേഷൻസ് വിദഗ്ധനാക്കി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ കാര്യത്തിലാണ്. ഈ 60 വർഷത്തിന് ശേഷവും ഇന്ത്യയായി നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പവും ഇന്ത്യയുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസവുമാണ്. ഇതിൻ്റെ പബ്ലിക് റിലേഷൻസ് യഥാർത്ഥത്തിൽ തുടങ്ങി വെച്ചത് ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ വിധാതാക്കളാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പബ്ലിക് റിലേഷൻസ് ടൂൾ. അവർ സങ്കല്പിച്ചതിൻ്റെ വലുപ്പം അറിയണമെങ്കിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ചില നിയമങ്ങളും ഒക്കെ നോക്കുമ്പോൾ അറിയാം എത്രമാത്രം ആലോചനയുടെ ഫലമായിട്ടാണ് നമ്മുടെ ഭരണഘടന രചിക്കപ്പെട്ടതെന്ന്. ഈ സമാനതകളില്ലാത്ത ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ടൂളായിട്ട് നമുക്ക് ഭരണഘടനയെ എടുത്തു കാണിക്കാം എന്നുള്ളത് തന്നെയാണ്
പബ്ലിക് റിലേഷന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ആമുഖമായി പറഞ്ഞത് ഇതും കൂടെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. KCB അഥവാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ വർഷം ഒരു പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു എന്ന് അവിടുത്തെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ ശ്രീ SD പ്രിൻസ് നമുക്ക് പറഞ്ഞിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കാം. ₹2 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. KSEB-യുടെ പുതിയ സംരംഭമായ ലാഭപ്രഭയിൽ അംഗമാകൂ. അതിനായി SMS ചെയ്യൂ KSEB സ്പേസ് സെക്ഷൻ കോഡ് സ്പേസ് കൺസ്യൂമർ നമ്പർ. അയക്കേണ്ട നമ്പർ 9287088808. സംസ്ഥാന വൈദ്യുതി ബോർഡ് ഈയിടെ നടത്തിയ ലാഭപ്രഭ എന്ന പദ്ധതിയുടെ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതൊരു പ്രചാരണ പരിപാടിയായിരുന്നു. അതായത് വളരെ ബൃഹത്തായ ഒരു പ്രചരണ പരിപാടി. ഇത്തരത്തിലുള്ള ബൃഹത്തായ പ്രചാരണ പരിപാടികൾക്ക് നമ്മൾ പറയുന്നത് ക്യാമ്പയിൻ എന്നാണ്. ക്യാമ്പയിൻ്റെ നമ്മൾ ഒരു നിർവചനം നൽകുകയാണെങ്കിൽ സാധാരണഗതിയിൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്, പലതരം പരസ്യങ്ങളായിരിക്കാം, പലതരം പ്രവർത്തനങ്ങളായിരിക്കാം. ഇതെല്ലാം നടത്തുന്നത് പ്രചാരണത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ബിഹേവിയറൽ ചേഞ്ച് അതിൻ്റെ ഓഡിയൻസിൽ വരുത്താൻ വേണ്ടിയാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ കണ്ട ശേഷം സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, ചിന്തയിലൊരു വ്യത്യാസം അല്ലെങ്കിൽ പ്രവൃത്തിയിലൊരു വ്യത്യാസം, ഇതൊക്കെ വരുത്തുക എന്നുള്ളതാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം തന്നെ. ഏത് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പും ആ സമയത്തെ സിറ്റുവേഷൻ അനാലിസിസ് നടത്തേണ്ടതുണ്ട്. അതായത് റിവ്യൂ ഓഫ് റിയാലിറ്റീസ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഏത് സമയത്താണോ നമ്മൾ നടത്തുന്നത് ആ സമയത്ത് യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പദ്ധതി ലാഭപ്രഭ പദ്ധതി തുടങ്ങിയത് മാർച്ച് 23 മുതലായിരുന്നു. മാർച്ച് മാസം എന്ന് പറയുമ്പോൾ വേനൽക്കാലമാണ്, പരീക്ഷകൾ അങ്ങോട്ട് കഴിയുന്ന സമയമാണ്, പൊതുവെ മഴയില്ലാത്ത സമയമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ അതിനായി ആദ്യം അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എത്ര വെള്ളമുണ്ട്, ഇപ്പോൾ എത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നത് നോക്കും. പല സ്ഥലത്ത് നിന്നിട്ട് വൈദ്യുതി വാങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ദിവസം 60 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയിൽ കൂടുതൽ ചിലവാക്കിയാൽ കേരളത്തിൽ പ്രശ്നമാകുമായിരുന്നു. കാരണം അതിനുള്ള വെള്ളവും അതിനുള്ള അറേഞ്ച്മെൻറ്റുകളും മാത്രമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. അതിലേറെ വൈദ്യുതി ഉപഭോഗം ഉണ്ടായാൽ ഇവിടെ ലോഡ് ഷെഡിങ് വളരെയേറെ നേരം നടത്തേണ്ടി വരുമെന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു സിറ്റുവേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാം ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന്. അതായത് പബ്ലിക് റിലേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പബ്ലിക്കാണ്. നമ്മൾ ഏത് ക്യാമ്പയിൻ തുടങ്ങുമ്പോഴും ആദ്യം ആലോചിക്കേണ്ടത് ഇതാർക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ എന്നതാണ്. അതിനുള്ള പബ്ലിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അടുത്ത ഘട്ടം. അതിൽ നമ്മൾ ചെയ്തത്, നമുക്കന്ന് വൈദ്യുതി ബോർഡ് നോക്കിയപ്പോൾ ഗാർഹിക ഉപഭോക്താക്കളെ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. കാരണം വീടുകളിലുള്ള കറണ്ട് ഉപയോഗം കൂടുന്ന സമയമാണ് അവധിക്കാലം. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ടെലിവിഷൻ, മറ്റ് പല കാര്യങ്ങൾ, എല്ലാ റൂമിലും ലൈറ്റ് ഇടും, ചിലപ്പോൾ എല്ലായിടത്തും ഫാൻ ഇട്ടെന്നിരിക്കും. അങ്ങനെ വീടുകളിലുള്ള ഉപഭോഗം വളരെയേറെ കൂടുന്ന ഒരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. മാത്രമല്ല ഏറ്റവും കൂടുതൽ എയർ കണ്ടീഷണേഴ്സ് വിറ്റഴിയുന്ന ഒരു സമയം കൂടിയാണ് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ വീട്ടിലും കാര്യമായ രീതിയിൽ കറണ്ട് ഉപയോഗം ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന 60 ദശലക്ഷം ഒരു ദിവസത്തെ കൺസംഷൻ എന്നതിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നമ്മൾ തുടങ്ങിയത്. ഇതിലേക്ക് പങ്കെടുക്കാനും ഉള്ള അർഹത അവർക്ക് തന്നെയായിരുന്നു. ഈ ഗാർഹിക ഉപഭോക്താക്കൾക്കൊപ്പം നമ്മൾ സമൂഹത്തിൽ പൊതുവെയുള്ള ഒരു പദ്ധതിയും കൂടെ നടപ്പാക്കിയിരുന്നു. അതിൻ്റെ പേരാണ് നോ ലോഡ് ഷെഡിങ് എന്നത്. അതായത് ഒരു വീട്ടിലെ കറണ്ട് ഉപയോഗം ആ വീട്ടിലുള്ളവർ മാത്രം ചേർന്ന് കുറയ്ക്കുന്നത് ഒരു രീതി. അതല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ വൈദ്യുതി ഉപഭോഗം എല്ലാവരും കൂടെ ചേർന്ന് കുറയ്ക്കുന്ന മറ്റൊരു രീതിയാണ് നോ ലോഡ് ഷെഡിങ് ക്യാമ്പയിനിൽ നടപ്പിലാക്കിയത്. അത് ഓരോ ഫീഡറിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ കറണ്ട് ഉപഭോഗം അവർ 10% കണ്ട് കുറയ്ക്കുകയാണെങ്കിൽ, ഒരു പ്രദേശത്തെ മൊത്തം കറണ്ട് കൺസംഷൻ ഒരു 10% കണ്ട് കുറയ്ക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ലോഡ് ഷെഡിങ് പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കുമെന്നതായിരുന്നു ഒരു പദ്ധതി. അതിലുള്ളൊരു പ്രധാന സന്ദേശം ഇത് തന്നെയായിരുന്നു. വീട്ടിൽ അത് ഗാർഹിക ഉപഭോക്താക്കൾ കറണ്ട് ഉപഭോഗം കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള സമ്മാനങ്ങൾ. അപ്പോൾ അങ്ങനെ 2 രീതിയിലുള്ള സന്ദേശങ്ങളാണ് നമ്മൾ ഈ പദ്ധതിയിൽ കൊടുത്തത്. ഏതൊരു ജനസമ്പർക്ക പരിപാടിക്കും ടൂൾസ് വളരെ പ്രധാനമാണ്. ടൂൾസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി നടത്താൻ എടുക്കുന്ന ചില ഉപാധികളാണ്. ഉദാഹരണത്തിന് ഈ പ്രചരണത്തിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു വാർത്താക്കുറിപ്പ് നൽകിയെന്നിരിക്കും. അതിനുശേഷം ഒരു വലിയ മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടും, അതായത് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടും. ആ പ്രസ് കോൺഫറൻസിൽ വെച്ച് ഇതിൻ്റെ വകുപ്പ് മന്ത്രി ഇക്കാര്യം അനൗൺസ് ചെയ്യുകയാണ് പതിവ്.
അങ്ങനെ ഒരു വലിയ ഒരു കവറേജ് ആ രീതിയിൽ തന്നെ കിട്ടും. അതിനുശേഷം ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അതിനൊരു ലോഗോ തീരുമാനിക്കും. ഈ ലോഗോ തീരുമാനിക്കുന്നത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ലോഗോ മത്സരം വയ്ക്കാം. മത്സരം വെച്ച് പല ആളുകളെ കൊണ്ട് ലോഗോയുടെ എൻട്രികൾ സമർപ്പിച്ചിട്ട് അതിലേറ്റവും നന്നായിട്ടുള്ള ഒരു ലോഗോയെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു രീതി പലരും ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ലോഗോയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം നടത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ചു. എന്തുകൊണ്ടാണ് മന്ത്രിമാരെ കൊണ്ട് നമ്മൾ ഉദ്ഘാടനം നടത്തിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒന്ന് അവരിതിൻ്റെ ഏറ്റവും ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെന്നത് ഒരു കാരണം. ഏറ്റവും കൂടുതൽ കവറേജ് കിട്ടുന്നതും മന്ത്രിമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ചേർന്നാണ് ചടങ്ങിലെത്തിയത്. അപ്പോൾ അവർ രണ്ടുപേരും ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ചില പ്രചാരണ പരിപാടികൾ നടത്തിയിരുന്നു. അതായത് പത്രങ്ങളിലും റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ പരസ്യങ്ങൾ നൽകുക, പല സ്ഥലത്ത് ബോർഡുകൾ അറേഞ്ച് ചെയ്യുക, അങ്ങനെ ആ രീതിയിലാണ് ഒരുപാട് പ്രചാരണ പരിപാടി നടത്തിയത്. അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളമുള്ള ഇലക്ട്രിക്കൽ സെക്ഷനുകളിൽ നിന്ന് ആളുകൾ പോയിട്ട് വീടാന്തരം കയറി ഇറങ്ങി അവരോട് ഈ പദ്ധതി വിശദീകരിക്കുകയും അങ്ങനെ ആളുകളെ ചേർക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ പൊതുവേ കേരളത്തിലുടനീളം ഒരു ചലനം സൃഷ്ടിക്കാൻ ഈ ലാഭപ്രഭ പദ്ധതിക്ക് കഴിഞ്ഞിരുന്നു. അതിനിടയിൽ ചില സ്ഥലങ്ങളിൽ ഘോഷയാത്ര, ഇങ്ങനെയുള്ള പല പരിപാടികളും, വാഹന യാത്ര, അങ്ങനെ പലതും നടത്തിയിരുന്നു. ഇതെല്ലാം വാഹന പ്രചരണ യാത്ര, അങ്ങനെ പല കാര്യങ്ങളും നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പല ഉപാധികൾ വെച്ചാണ് ഇതിൽ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ റേഡിയോയിൽ FM ചാനലുകളിൽ പൊതുവെ കാണുന്ന FM ചാനലിൽ മാത്രമല്ല, ഞങ്ങൾ ചെയ്തത് വയനാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലുള്ള ചെറിയ കമ്മ്യൂണിറ്റി റേഡിയോകളുണ്ട്, അതിൽ കൂടെ പോലും പരസ്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പരസ്യം നൽകുകയും ആളുകളുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നടത്തിയിരുന്നത്. പല ചാനലുകളിലും ആ സമയത്ത് ചർച്ചകളുണ്ടായിരുന്നു. പല പത്രങ്ങളിൽ ഇതിനെപ്പറ്റി പ്രത്യേക റൈറ്റപ്പ് വന്നു. റേഡിയോ ഷോകളിലാണെങ്കിൽ മിക്കവാറും 1 മണിക്കൂർ നീണ്ട ചർച്ചകൾ വരെ ഇതിനെപ്പറ്റി നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ കേരളത്തിലുടനീളം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഈ പദ്ധതി തുടങ്ങിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിൽ വളരെയേറെ പേര് സജീവരായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫേസ്ബുക്ക്. ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം വളരെ പ്രധാനമാണെന്ന് തോന്നിയ സ്ഥിതിക്ക് ഞങ്ങൾ KSEBക്ക് വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ തുടങ്ങി. അത് ഒരു വലിയ വിജയമായിരുന്നു. കാരണം ആ ഫേസ്ബുക്ക് പേജ് 2 മാസം കൊണ്ട് 70,000-ലേറെ പേര് ലൈക്ക് ചെയ്യുകയും ഇഷ്ടംപോലെ ആളുകളുടെ പ്രതികരണങ്ങൾ അതിൽ കൂടെ വരികയും ചെയ്തു. വളരെയേറെ പേര് ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് മാത്രമല്ല, ഓരോ ദിവസവും എങ്ങനെയൊക്കെ വൈദ്യുതി ചെലവ് നമുക്ക് കുറയ്ക്കാവുന്നതിനെ പറ്റിയുള്ള സജീവ ഉദാഹരണങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. ഈ ഉദാഹരണങ്ങൾ കണ്ടിട്ട് ആളുകൾ പലരും അത് പാലിക്കുന്നവരുണ്ട്, ചിലതിനെ അവിടെ പ്രതികരിക്കുന്നവരുണ്ട്, ആളുകളുടെ പരാതികൾ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ പെർസെപ്ഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു വന്നതാണ്. ഏത് ക്യാമ്പയിനും ഒരു കാലയളവുണ്ടാവും. സാധാരണഗതിയിൽ ചില ഏജൻസികൾ നടത്തുന്ന ക്യാമ്പയിൻ ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് തീരും. ഞങ്ങൾ നടത്തിയത് മാർച്ച് 23 മുതൽ മെയ് 31 വരെയുള്ള കാലത്തായിരുന്നു. കാരണം ആ സമയത്തിനുള്ളിൽ ആരൊക്കെ എത്ര വൈദ്യുതി ലാഭിക്കുന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ ഏത് ക്യാമ്പയിനും ഈ എത്ര ഡ്യൂറേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വളരെ അനന്തമായി നീണ്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ വളരെ നീണ്ട ക്യാമ്പയിൻ ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. അപ്പോൾ ഒരു ശരിയായ ഇവാലുവേഷൻ നടത്താൻ കഴിയും. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ബജറ്റ്, ഏറ്റവും പ്രധാനം പണമാണ്. കാരണം പണമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാനേ കഴിയില്ല. കാരണം പരസ്യം നൽകാൻ നന്നായിട്ട് പൈസ ചിലവാകും. ഞങ്ങൾക്ക് ഈ ക്യാമ്പയിന് മൊത്തത്തിൽ വൈദ്യുതി ബോർഡ് അനുവദിച്ചു തന്നത് 8 കോടി രൂപയാണ്. 8 കോടിയിൽ 6 കോടി രൂപ പരസ്യത്തിനും 2 കോടി രൂപ സമ്മാനങ്ങൾക്കുമായിട്ടാണ് നീക്കി വെച്ചിരുന്നത്. പക്ഷേ അത്രയും ഞങ്ങൾ ചിലവാക്കിയിട്ടില്ല. കാരണം നമുക്ക് പല രീതിയിൽ മാധ്യമങ്ങളുമായി ബാർഗെയിൻ ചെയ്തിട്ട് അവരുടെ പരസ്യ റേറ്റ് താഴെ കൊണ്ടുവരാനും കഴിഞ്ഞു. അതനുസരിച്ച് കുറേയേറെ ബജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പല പത്രങ്ങളും പല ചാനലുകൾക്കും അവരുടേതായ ശരിയായ മാർക്കറ്റ് റേറ്റ് ഉണ്ടാകും. പക്ഷേ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാനുള്ള സൗമനസ്യം അവർ പലപ്പോഴും കാണിക്കാറുണ്ട്. ഞങ്ങൾക്കത് കിട്ടുകയും ചെയ്തിരുന്നു. ഇവിടെ ഞങ്ങൾ പത്രങ്ങളും മാധ്യമങ്ങളും വഴി മാത്രമല്ല പരസ്യം ചെയ്തിരുന്നത്. പലതരത്തിലുള്ള രീതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെയുള്ള ക്യാമ്പയിൻ നടത്തുമ്പോൾ വേണമെങ്കിൽ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ പിന്നിൽ വരെ പരസ്യം വയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല അൺകൺവെൻഷനായിട്ടുള്ള പരസ്യ മാതൃകകളും നമുക്ക് മുന്നിൽ ഈ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ വരാറുണ്ട്. ഞങ്ങളും അങ്ങനെയുള്ള കുറേ എണ്ണം കണ്ടിരുന്നു. ഇവിടെ ഈ ബജറ്റിൽ ഈ കാര്യം ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് മറ്റ് ചില ജനസമ്പർക്ക പരിപാടികൾക്കും ഇതിനകത്ത് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകളുമായി നേരിട്ട് സംവദിക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ കോൾ സെൻറ്ററുകൾ ഇതിനായിട്ട് തുറക്കേണ്ടി വരും. അങ്ങനെയുള്ള പല രീതിയിലാണ് ചെയ്യുന്നത്.
ഓരോ പദ്ധതി നടപ്പാക്കുന്നതിന് ചില രീതികളുണ്ട്. ചിലപ്പോൾ അതിൽ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായിട്ടായിരിക്കും അതിൻ്റെ ഒരു കാര്യം. ഞങ്ങളുടെ ഈ പദ്ധതിയിൽ ആളുകൾ SMS അയച്ചായിരുന്നു ചേരേണ്ടിയിരുന്നത്. അതായത് ഒരു നിശ്ചിത നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് അവർ ആദ്യം ഒരു നിശ്ചിത ഫോർമാറ്റിൽ ഒരു SMS അയക്കണം. അങ്ങനെ അവരെ രജിസ്റ്റർ ചെയ്യും. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവർ ആഴ്ചതോറും ഞങ്ങൾ അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ നൽകുന്നതനുസരിച്ച് അവർ ആഴ്ചതോറും അവരുടെ മീറ്റർ റീഡിംഗ് അയക്കണം. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ആ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരറ്റത്തൂടെ ഇങ്ങനെ സാങ്കേതികമായ കാര്യങ്ങൾ വഴി ഇങ്ങനെ രജിസ്ട്രേഷൻ നടക്കുകയും അപ്പോൾ ആ സമയത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആളുകൾ പലയിടത്തും ഇങ്ങനെ ചേരുന്നതിനോടൊപ്പം ഞങ്ങൾ ചെയ്തത് പല പ്രമുഖ വ്യക്തികളെയും, ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുണ്ടാവും, റിട്ടയർഡ് ജഡ്ജിമാരുണ്ടാവും, നടന്മാർ, അങ്ങനെ പല ആളുകളെയും കൊണ്ട് ഈ പദ്ധതിയിൽ ചേർത്തു. അവരൊക്കെ ഈ മൊബൈലിൽ ഒരു നമ്പർ അടിച്ച് ഇങ്ങനെ SMS അയച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രതികരണങ്ങളിലനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നത്. ഏത് ക്യാമ്പയിൻ നടത്തുമ്പോഴും വിലയിരുത്തൽ വളരെ പ്രധാനമാണ്. അതായത് ഒരു ഇവാലുവേഷൻ നടത്തുന്നത് ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷമല്ല. ക്യാമ്പയിൻ്റെ ഓരോ ഘട്ടത്തിലും പല പല കാര്യങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഏത് സമയത്തും ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഈ ബജറ്റാണ്. എത്ര പൈസ തീർന്നു, ഇനി എത്ര പരസ്യം ചെയ്യാൻ ബാക്കിയുണ്ട്, ഏതൊക്കെ പത്രങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ ചാനലുകൾക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ ചാനലുകൾ ഏത് സമയത്ത് പരസ്യം നൽകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പക്ഷേ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് റേഡിയോയിൽ പരസ്യം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ രാവിലെ കൊടുക്കുന്ന പരസ്യം പിന്നീട് ഉച്ചയ്ക്ക് ഇത് മാറ്റി കൊടുക്കും. അതിൻ്റെ എഫക്റ്റിന് വേണ്ടി അങ്ങനെ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അക്കാര്യം ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇവാലുവേഷൻ നടത്തേണ്ടത് നമ്മൾ ഈ നടത്തുന്ന രീതി എത്രത്തോളം ഫലപ്രദം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച ഒരു പ്രശ്നം, ഇപ്പോൾ SMS അയച്ചായിരുന്നു ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ടിരുന്നത്. ചില ആളുകൾക്ക് SMS അയക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് അവർ നിശ്ചിത ഫോർമാറ്റിൽ SMS അയക്കാൻ അവർക്ക് ചില പ്രശ്നം വന്നു. അപ്പോൾ റേഡിയോയിലും മറ്റും ഇതിനുള്ള പ്രചാരണത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ചില ഫോൺ ഇൻ പ്രോഗ്രാമുകളിൽ കേട്ട ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പറഞ്ഞു, സാറേ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്കറിയത്തില്ല SMS അയക്കാൻ. അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് നമുക്ക്, കാരണം നമ്മൾ ഈ ഒരു രീതിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഫോൺ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മളുടനെ ഏർപ്പാടാക്കി കൊടുത്തു. പിന്നെ വെബ്സൈറ്റ് വഴി ചെയ്യണമെന്ന് പറയുന്ന ചിലരുണ്ട്. അപ്പോൾ അവർ വേണമെങ്കിൽ വെബ്സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിൽ രജിസ്ട്രേഷൻ നടത്തി. അപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നതിനിടയിൽ ചിലപ്പോൾ ചില സാങ്കേതിക പിഴവുകൾ ഉണ്ടായെന്നിരിക്കാം. അങ്ങനെയുള്ള പിഴവുകൾ കണ്ടെത്തിയാൽ ഉടനെ സാങ്കേതിക ടീമിനെ കൊണ്ട് ആ പിഴവ് തിരുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അപ്പോൾ അതിൽ പോലും ഇവാലുവേഷൻ ആവശ്യമാണ്. പിന്നെ വരുന്നത് ഈ പരസ്യങ്ങൾ ഓരോന്നും എത്രത്തോളം എഫക്റ്റീവായ എന്ന കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഒരു പരസ്യം നമ്മൾ കൊടുക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, സാധാരണ വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ നൽകുന്ന രീതിയിലുള്ളൊരു പരസ്യമല്ല നിങ്ങൾ നൽകിയത്. ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലർക്ക് അത് പക്ഷേ ഇഷ്ടപ്പെടാത്ത രീതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതുതരം പരസ്യമാണ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നതെന്ന് നോക്കിയിട്ട് പരസ്യത്തിൻ്റെ മോഡലുകളുടെ കാര്യത്തിൽ വരെ നമ്മൾ തീരുമാനം എടുക്കേണ്ടി വരും. പരസ്യത്തിൽ കൊടുക്കുന്ന സന്ദേശത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും. പിന്നെ ഇടയ്ക്ക് നമ്മൾ കണ്ടെത്തിയ ചില പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഒരു മീറ്റർ റീഡിംഗ് അയക്കുക എന്നത് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ ഈ 2 മാസത്തിനിടയിൽ എത്ര കറണ്ട് ലാഭിച്ചു എന്നത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എന്ത് തരം സമ്മാനങ്ങളാണ് നൽകേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കാനുള്ളത്. അപ്പോൾ ഈ പങ്കെടുക്കുന്നവർ അവരുടെ മീറ്റർ റീഡിംഗ് അയക്കണം. അപ്പോഴാണ് മനസ്സിലാകുന്നത് ചില ആളുകൾക്ക് മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയുന്നില്ല. കാരണം മീറ്റർ, സാധാരണ മീറ്ററുണ്ട്, TOD മീറ്ററുണ്ട്, ഇലക്ട്രോണിക് മീറ്റർ, പലതരത്തിലുള്ള മീറ്ററുണ്ട്. സാധാരണ ആളുകൾക്ക് ചില മീറ്ററുകളിൽ അവർക്ക് റീഡിംഗ് എടുക്കാൻ അറിയത്തില്ല. അപ്പോൾ റീഡിംഗ് ചിലപ്പോൾ അയക്കുന്നതിൽ തെറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഈ ഏറ്റവും രസകരമായി തോന്നിയത്, ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ജനസമ്പർക്ക പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പോയി ആളുകളെ റെസിഡൻസ് അസോസിയേഷനിൽ പോയിട്ട് അവിടെ ഒരു 100 പേരുണ്ടാകും ചിലപ്പോൾ. അവരെല്ലാവരെയും ഈ പദ്ധതി ചേർക്കാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രായമായ പല ആളുകളുടെയും കയ്യിൽ വളരെ അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. അവർക്കതിൽ മെസ്സേജ് അയക്കാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കോൾ വന്നാൽ എടുക്കാനറിയാം, തിരിച്ചാരെങ്കിലും വിളിക്കണമെങ്കിൽ സ്പീഡ് ഡയൽ ഞെക്കി വിളിക്കാൻ മാത്രം അറിയാം. അത്തരം പ്രശ്നം വരെ കേരളത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ സാങ്കേതികമായിട്ടുള്ള നമ്മുടെ പരിജ്ഞാനം അല്ലെങ്കിൽ പ്രാവീണ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ നമുക്ക് വരുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു ആശയം ഉയർന്നു വന്നു, വേണമെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം, അതായത് ഫോൺ വഴി നമ്മൾ ഈ റെയിൽവേ ഇൻഫർമേഷനൊക്കെ നോക്കുന്ന നമുക്ക് ഫോൺ വഴി വേണമെങ്കിലും സംവിധാനം ഏർപ്പെടുത്താം. അപ്പോൾ അങ്ങനെ പല പല ആശയങ്ങൾ നമുക്ക് ഈ ഇവാലുവേഷൻ നടത്തുമ്പോൾ കിട്ടും. പക്ഷേ 2 മാസത്തെ സമയം കൊണ്ട് നമുക്ക് ഇതിൽ വരുത്താവുന്ന മാറ്റങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. എന്നാലും കഴിയുന്നത്ര മാറ്റങ്ങൾ നമ്മളിത് നടത്തും. ഇത് കഴിയുമ്പോൾ നടത്തുന്ന വേറൊരു ഇവാലുവേഷൻ എന്ന് വെച്ചാൽ, ഈ പദ്ധതി കൊണ്ട് എത്ര യൂണിറ്റിൽ വൈദ്യുതി ലാഭിക്കാൻ കഴിഞ്ഞു വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് എല്ലാവരുടെ മീറ്റർ റീഡിങ് എടുത്തതിന് ശേഷം, ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മീറ്റർ റീഡർമാർ വീട്ടിൽ പോയി എടുത്ത് ബില്ല് കൊടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, ആ ബില്ല് നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും എത്ര പേർ എത്ര യൂണിറ്റ്
ലാഭിച്ചു എന്ന്. അപ്പോൾ അത് കണക്ക് കൂട്ടുന്ന ഒരു സമയം വരെ ഇതിൻ്റെ വിശ്വാസം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പങ്കെടുത്ത എല്ലാവർക്കും 1,37,000 പേര് ഈ പദ്ധതിയിൽ പങ്കെടുത്തിരുന്നു കേരളത്തിലുടനീളം. അതിൽ എല്ലാവർക്കും ഓരോ CF ലാമ്പ് ആദ്യം ഒരു കൺസലേഷൻ പ്രൈസായിട്ട് കൊടുത്തു, ഒരു എൻറോൾമെൻറ്റ് സമ്മാനമായി കൊടുത്തു. അതിനുശേഷം ഇനി പലതരത്തിലുള്ള സമ്മാനങ്ങൾ നൽകാനുള്ള വിലയിരുത്തൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ നോ ലോഡ് ഷെഡിങ് ക്യാമ്പയിൻ പല ആളുകളും പറഞ്ഞു, നമുക്ക് ഈ ലോഡ് ഷെഡിങ്ങിൻ്റെ സമയമാണ്, കടുത്ത വേനലാണ്, മഴയില്ല, വീടുകളിലൊക്കെ എല്ലാവരും AC ഫിറ്റ് ചെയ്യുന്ന സമയം, ഇത്രയേറെ കുറയ്ക്കാൻ കഴിയുമോ എന്ന് സംശയമാണെന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ ഒരു 4 ഫീഡറുകളിൽ, അതായത് ഒരു 6-7 പഞ്ചായത്തുകളിൽ അവർക്ക് 10% കൂടുതൽ കുറയ്ക്കാൻ കഴിഞ്ഞു. ബാക്കി നിരവധി സ്ഥലങ്ങളിൽ ഒരു 5-നും 8-നും ഇടയ്ക്ക്, 5%-നും 8%-നും ഇടയ്ക്ക് അവരുടെ മൊത്തം ഉപഭോഗം കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാഭപ്രഭയിലുള്ള ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളതിൻ്റെ നമ്മൾ ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇവാലുവേഷൻ നടത്തുമ്പോൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അടുത്ത തവണ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഈ പദ്ധതി ആരംഭിക്കാം. അതൊന്ന്. ഇപ്പോൾ SMS-ന് പകരം അതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയും കൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇത്തരം ആളുകളെ എൻറോൾ ചെയ്യിക്കുന്നതിന് വേണ്ടി. പിന്നെ പരസ്യം ഏതൊക്കെ രീതിയിൽ, പത്രങ്ങളിൽ മാത്രം കൊടുത്താൽ മതി, പല രീതിയിൽ നിന്നൊക്കെ പലരും വിളിക്കുന്നവരോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടുത്തെ പരസ്യം കണ്ടാണ് മനസ്സിലാക്കിയത്. പലരും മറ്റാളുകൾ അറിഞ്ഞവരുണ്ട്, പലരും TV കണ്ടവരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏത് മാധ്യമമായിരുന്നു ഏറ്റവും എഫക്റ്റീവ് എന്നതും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം പല ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം അടുത്ത തവണ ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമുക്ക് ഈ പാളിച്ചകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് പുതിയ രീതിയിൽ നടത്താൻ കഴിയുമെന്നും ഇതിൻ്റെ 10 ഇരട്ടി ആളിനെ നമുക്ക് ചേർക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ഇവാലുവേഷൻ നടത്തിയിട്ട് അടുത്ത തവണ ഇതിനെ ഏത് രീതിയിൽ സ്ട്രക്ചർ ചെയ്യണം, ഏതൊക്കെ ആളുകളെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു പുതിയൊരു പ്ലാനിങ്ങിലേക്ക് ആണ് പോകേണ്ടത്. അതായത് ഏത് ക്യാമ്പയിനും അവസാനിക്കുന്നത് ഈ ക്യാമ്പയിൻ അടുത്ത തവണ എങ്ങനെ ഭംഗിയായി ചെയ്യാമെന്നുള്ള ഒരു ചിന്തയോടെ ആയിരിക്കും. ഓർക്കുക, നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. സർ, ഇനി നമുക്ക് PR-മായി ബന്ധപ്പെട്ട ചില ടെർമിനോളജികൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പബ്ലിക് റിലേഷൻസിൽ ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്തതാണ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ? ഒരു അന്തരാള ഘട്ടം തരണം ചെയ്യാനായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, ഇവിടെ ഈ ഒരു 4, 5, 6 തരം പനികൾ വന്ന് ജനങ്ങൾ പാനിക്കായൊരു സമയമുണ്ട്. ഈ പനി വന്നു എന്ന് പറയുമ്പോൾ തന്നെ മരിച്ചു എന്നാണ് അടുത്ത വാർത്ത ഇന്ന് പനി വന്ന് 4 പേർ മരിച്ചു. സത്യത്തിൽ പനി വന്നാൽ ഉടനെ മരിക്കും എന്ന ഒരു ആശയം ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നാൽ പനി വരാത്തവനും മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സൈക്കോളജിക്കൽ ഡെത്ത് സംഭവിച്ചെന്ന് വരാം. അവിടെ ജനങ്ങളെ 2 തരത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ ചുമതല, ജനങ്ങൾ പാനിക്കാകരുത്, ജനങ്ങൾ മരിച്ചു പോകുമെന്നുള്ള ഭീതിയിൽ അവർ സ്വയം മറന്നു പോകരുത്. അതേസമയം പനിയുടെ ഗൗരവം അവരറിയാതെയും പോകരുത്. ജനങ്ങൾ അതിൻ്റെ ഗൗരവം അറിയണം. എന്നാൽ ഗൗരവത്തിനപ്പുറത്ത് ഇല്ലാത്തൊരു പ്രാധാന്യം ഇതിനുണ്ടെന്ന് ധരിക്കാനും പാടില്ല. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ്. കഴിഞ്ഞ 5 എപ്പിസോഡുകളായി പബ്ലിക് റിലേഷൻസിൻ്റെ എല്ലാ ഏരിയയും സാറിന് ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇത് വളരെ വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു പരിപാടിയിൽ വന്ന് ഞങ്ങളോട് സഹകരിച്ച സാറിന് നന്ദി, നമസ്കാരം. ആധുനിക കാലത്തെ PR അല്ലെങ്കിൽ സമകാലിക ലോകത്തെ PR-നെ PR 2.0 എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്ന ഇത്രമാത്രം: കമ്പനികളും ഓർഗനൈസേഷനിലും ഒക്കെ സോഷ്യൽ മീഡിയ ടൂൾസും ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ച് തങ്ങളുടെ പബ്ലിക്കുകളുമായി നിരന്തരം ബന്ധത്തിൽ ഏർപ്പെടുകയും അതുവഴി ഇമേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വാക്ക് കോയിൻ ചെയ്തത് അമേരിക്കക്കാരനായ ബ്രയാൻ സോളിസ് എന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 5 എപ്പിസോഡുകളായി പബ്ലിക് റിലേഷൻസിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി